അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ജുസ്അ നമ്മൾ പഠിക്കാൻ നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് നല്ലത് പറയുവാനും അത് കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും, അതാണല്ലോ വിഷയം. നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതായത് ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതല്ലല്ലോ, ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഈ മൂന്നാമത്തെ ജുസ്ഇൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. മൂന്നാമത് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റും എന്നറിയില്ല, നമ്മുടെ ഈ സമയത്തിൻ്റെ പരിധി വെച്ചിട്ട്. ഏതായാലും ഇതിലാണ് നമ്മൾ രണ്ട് നിധികൾ എന്ന് പറയുന്ന സംഭവം, അതായത് രണ്ട് ആയത്തുകൾ ഉണ്ട്. ആ ആയത്തുകളെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്നും ദൈനംദിനം ഓതുകയാണെങ്കിൽ അത് വലിയ ഉപകാരപ്പെടും. ആ രണ്ടായത്തിന് ശേഷം നമ്മൾ പരിചയപ്പെടും. അതൊക്കെ ഈ ജുസ്ഇലാണ് നമ്മൾ പറയുന്നത്. അതേപോലെ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി നമ്മൾ ഇന്നലെ ഇന്ന് മൂന്നാമത്തെ ജുസ് ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആദ്യമായി പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചിലരെക്കാൾ ശ്രേഷ്ഠത അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിഷയമാണ് പറയുന്നത്. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ദുഹും അലാ ബഅദ്. അതായത് നമുക്കറിയാം, ഈസാ നബി അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതുപോലെ മൂസാ നബിക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അങ്ങനെ പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ശ്രേഷ്ഠതകളുണ്ട്. അങ്ങനെ ചിലരെക്കാൾ നമ്മൾ ശ്രേഷ്ഠത നമ്മൾ അവർക്ക് ഫളീലത്ത് കൊടുത്തിട്ടുണ്ട്, ഹോണർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം നബി അവർക്ക് മൂസൽ കലീം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്ക് കലീമുല്ലാഹി മൂസ എന്നൊക്കെ നമ്മൾ കലീമുല്ലാഹി മൂസ എന്ന മൂസാ നബിക്ക് കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബിക്ക് ഖലീലുല്ലാ എന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്ത് അവിടെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖനാക്കും. നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ് മിമ്മാ റസഖനാക്കും. നമ്മൾ നിങ്ങൾക്ക് തന്ന റിസ്ഖിൽ നിന്ന്, അഥവാ നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന്, കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ചെലവഴിക്കണം. ഇപ്പം നമ്മൾ അഹങ്കരിക്കും, നമ്മൾ വലിയ സമ്പന്നനാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കും. നമ്മൾ ഓർക്കണം, അത് അള്ളാഹുവാണ് നമുക്ക് തന്നത്, അതിൽ നിങ്ങൾ ചെലവഴിക്കണമെന്ന് അള്ളാഹു പറയുന്നു. ഓക്കെ, അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് നിധികൾ, ട്രഷറുകൾ ഈ ജുസ്ഇലാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് ആയത്തുൽ കുർസി. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അത് വളരെ പ്രൊട്ടക്ഷൻ നൽകുന്ന, സംരക്ഷണം നൽകുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നമ്മളെ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കണം. വളരെ നല്ല ഫളീലത്തുള്ള ആയത്താണ്. ഷെയ്ത്താനിൻ്റെ അതുപോലെ മറ്റ് ഷെയ്ത്താനിയത്തുമായി അങ്ങനെ ഉള്ള അസുഖങ്ങൾ, കാര്യങ്ങൾ പിന്നെ ഒക്കെ അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ നമുക്കിത് സഹായിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും ഈ ആയത്ത്, അതിൻ്റെ ഈ ആയത്ത് ഇറങ്ങിയ സാഹചര്യം, അതിനൊക്കെ ഒരുപാട് നീട്ടി പറയേണ്ട ഒരു സംഭവമാണ്. ഞാൻ ഇവിടെ പറയുന്നില്ല. സംഭവം ഈ ജുസ്ഇലാണിത് പറയുന്നത്. എന്തിനാണിത് പറയുന്നത്, നമുക്ക് ഏതൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നതെന്ന് ഒരു ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് ലാ ഇക്റാഹ ഫിദ്ദീൻ. നമ്മൾ ഈ മുതഅല്ലിമീങ്ങളായ ആൾക്കാരൊക്കെ അവർക്കൊക്കെ ഒരു നല്ല പരിചിതമായ ഒരു ആയത്തായിരിക്കും ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇസ്ലാമാകണം. ഇപ്പോൾ ഒരുപാട് വാദമുന്നയിച്ച് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജിഹാദ്, ലവ് ജിഹാദ്, അങ്ങനെ ഇങ്ങനെ കുട്ടിക്ക് ജിഹാദ്, അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ,
ദീനിൽ ആരെയും നിർബന്ധിപ്പിക്കുകയില്ല. ദീനിൽ നിർബന്ധ ബുദ്ധിയില്ല. ആരെയും നിർബന്ധിപ്പിക്കേണ്ടതില്ല. അവർക്ക് വന്നാൽ അവർക്ക് നല്ലത്. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ചർച്ച ചെയ്യുന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്. ഇബ്രാഹിം നബിയും പിന്നെ അതേപോലെ നമ്രൂദ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കുഫ്ർ അല്ലെങ്കിൽ കാഫിറായ ഒരു ശത്രുവിനെ പറ്റി ഇബ്രാഹിം നബിയും നമ്രൂദും തമ്മിലുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു ചർച്ചയെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, എൻ്റെ റബ്ബ് അവന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബി അല്ലദി യുഹ്യീ വ യുമീറ്റ്, എൻ്റെ റബ്ബ് അല്ലാഹു അവൻ സൃഷ്ടിക്കാനും അതേപോലെ മരിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്രൂദ് പറയും, എനിക്കും പറ്റുമല്ലോ അത്. ഖാല അന ഉഹ്യീ വ ഉമീറ്റ്. നമ്രൂദ് പറയുന്ന ഒരു അഹങ്കാരിയായ അത്രയും കുഫറുള്ള ഒരു മനുഷ്യനായിരുന്നു. അവന് പറഞ്ഞു ഖാല അന ഉഹ്യീ വ ഉമീറ്റ്, എനിക്കും സൃഷ്ടിക്കാനും എനിക്കും മരിപ്പിക്കാനും കഴിയാം എന്ന് പറഞ്ഞ് അയാൾ എന്താണ് ചെയ്തതെന്നറിയോ? വലിയ രാജാവാണല്ലോ അദ്ദേഹം, വലിയ സമ്പന്നനായ ആൾക്കാരാണ്, അയാളുടെ കീഴിൽ ഒരുപാട് അടിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രൂസിഫൈ ചെയ്യാൻ ഉള്ള ഒരു മനുഷ്യനെ അല്ലെങ്കിൽ തൂക്കിലേറ്റാൻ കൽപ്പിക്കപ്പെട്ട ഒരാളെ അയാൾ എന്ത് ചെയ്തു? വെറുതെ വിട്ടു, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ജീവിച്ച പോലെ ആയല്ലോ, ഇയാളെ ജീവിപ്പിച്ചു എന്ന് അദ്ദേഹം വാദം ഉന്നയിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം റോട്ടിലൂടെ സ്വതന്ത്രനായി നടന്നുകൊണ്ടിരുന്ന ഒരു അടിമയെ അയാൾ തൂക്കിലേറ്റുകയും അയാളെ കൊല്ലുകയും ചെയ്തു. എന്നിട്ട് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, എനിക്ക് കൊല്ലാനും പറ്റും സൃഷ്ടിക്കാനും പറ്റുമെന്ന്. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല ഇബ്രാഹിമു ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ റബ്ബ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ റബ്ബ് ഈസ്റ്റ് ഭാഗത്ത് നിന്ന്, അഥവാ സൂര്യനെ ഈസ്റ്റ് ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്നവനാണ്, നീ അതിനെ വെസ്റ്റ് ഭാഗത്ത് നിന്ന് കൊണ്ടുവാ എന്ന് നമ്രൂദിനോട് ഇബ്രാഹിം നബി പറഞ്ഞപ്പോൾ നമ്രൂദിന് ഒന്നും പറയാൻ പറ്റിയില്ല. അദ്ദേഹം സൈലൻ്റായി, ശാന്തനായി. അതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഏതായാലും അടുത്തത് 259 ആയത്തിൽ ചർച്ച ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഔ കല്ലദീ മർറ അലാ ഖർയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. ആ ആയത്താണ്. അതായത് ഉസൈർ അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. അദ്ദേഹം ബനു ഇസ്രായേൽ പറ്റൊരു പ്രവാചകനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാം നശിച്ച, എല്ലാം പൊടിപടലങ്ങളായി എല്ലാം നഷ്ടപ്പെട്ടു പോയി ഗ്രാമത്തെ അദ്ദേഹം കണ്ടപ്പോൾ അയാൾ തന്നെ ചോദിച്ചു പോയി, ഖാല അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതി. ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട ഈ ഒരു ഗ്രാമത്തെ അല്ലാഹു എങ്ങനെയായിരിക്കും അള്ളാഹു വീണ്ടും പുനർജീവിപ്പിക്കുക, സൃഷ്ടിക്കുക എന്ന്. അങ്ങനെ അള്ളാഹു അയാളെ മരിപ്പിച്ചു എന്ന് പറയുന്നത് അള്ളാഹു അയാൾക്കൊരു ഉറക്കം കൊടുത്തു. 100 വർഷത്തോളം അദ്ദേഹം ഉറങ്ങി. പിന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും അയാളെ അള്ളാഹു ഉണർത്തി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അയാൾക്ക് ആ ഗ്രാമം രണ്ടാമത് ഉണർന്നതിനെ അല്ലെങ്കിൽ രണ്ടാമത് റീബിൽഡ് ചെയ്തതിനെ അയാൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നാണ് അവിടെ ചർച്ച ചെയ്തത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അതിനുശേഷം ഒന്നുകൂടി ഇബ്രാഹിം നബിയുടെ വേറൊരു ചരിത്രം അവിടെ പറയുന്നുണ്ട്. റബ്ബി അരിനി കൈഫ തുഹീൽ മൗത. അള്ളാഹുവേ, ഒരു മനോഹരമായ അല്ലെങ്കിൽ ഒരു രസകരമായൊരു ചോദ്യമാണ്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം, അള്ളാഹുവേ നീ എങ്ങനെയാണ് മരിച്ച ഒരു സംഭവത്തെ, നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും. അല്ലെങ്കിൽ സംശയം എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അള്ളാഹുവേ, മരിച്ച ഒരാളെ എങ്ങനെയാണ് അള്ളാഹു നീ സൃഷ്ടിക്കുക? മരണപ്പെട്ട ഒരാളെ രണ്ടാമത് പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു ചോദിച്ചു, അല്ല നീ വിശ്വാസിയല്ലേ, അഥവാ നീ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു,
അള്ളാഹുവേ എൻ്റെ മനസ്സിനൊരു തുമഅനീനത്ത്, ഒരു ശാന്തത കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുവേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ 4, അഥവാ തഫ്സീറിലൂടെ പറയുന്നുണ്ട് ഒരുപാട്, പിന്നെ 4 ഇനത്തിലുള്ള പക്ഷികൾ, ഏതായാലും അത് ഞാൻ വിശദീകരിക്കുന്നില്ല. 4 ഇനത്തിലുള്ള പക്ഷികൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അർബഅത്തും മിനത്ത് ത്വയ്ർ. എന്നിട്ട് അതിനെ നിങ്ങൾ അതിൻ്റെ മീറ്റുകൾ അതിനെ മിക്സ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഒരു പർവ്വതത്തിൻ്റെ വക്കീൽ പോയി നിങ്ങൾ പിന്നെ എറിയണം. എന്നിട്ട് നിങ്ങൾ അതിനെ വീണ്ടും വിളിക്കണം ഇങ്ങോട്ട്. അപ്പോൾ അത് ജീവനോടെ തിരിച്ചു വരും എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തു. അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ ഈ 3-ാമത്തെ ജുസ് നമ്മുടെ റമദാനിലൂടെ ഏതായാലും ഖുർആനൊക്കെ നമ്മൾ ഓതുമല്ലോ, മനോഹരമായ ഒരുപാട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ അത് ഓതുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഓർക്കുക, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നമ്മളൊന്ന് ഊട്ടി ഉറപ്പിച്ച് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അടുത്തതായി നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സൂറകളിൽ ഒരുപാട് ഈ പുനർജീവിതത്തിന് പറ്റിയിട്ട്, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, 2-ാമത്തെ പിന്നെ നമ്മുടെ ജുസ്ഇൽ നമ്മൾ ചർച്ച ചെയ്തല്ലോ, യഹൂദന്മാർ അല്ലെങ്കിൽ ബനൂ ഇസ്രായേൽപ്പെട്ട ആൾക്കാർ ഈ അള്ളാഹു 2ാമത് സൃഷ്ടിക്കുവോ എന്നതിനെ പറ്റി ഒരുപാട് ചോദിച്ചിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 5ഓളം സംഭവങ്ങൾ അള്ളാഹു ഈ ഒരു സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒന്ന് നമ്മൾ ബക്കറയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ സംഭവത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അത് പുനർജീവനത്തിനെ പറ്റിയിട്ട് ഒരു സൂചന ഇവിടെയുണ്ട്. അതുപോലെ പിന്നെന്താണ്, നമ്മൾക്ക് അള്ളാഹുവിനെ വീണ്ടും കാണണം, അള്ളാഹുവിനെ നമുക്ക് നേരിട്ട് കാണണമെന്ന് ബനൂ ഇസ്രായേൽ ആളുകാർ പറഞ്ഞപ്പോൾ അള്ളാഹു അവരെ നശിപ്പിച്ചു, വീണ്ടും അവർക്ക് അള്ളാഹു ജീവൻ കൊടുത്തു. അതും ഒരു സൂചനയാണ്. അതുപോലെ പിന്നെന്താണ്, ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത ഉസൈർ അലൈഹിസ്സലാം, ഉസൈർ എന്ന പ്രവാചകൻ്റെ ചരിത്രം. അദ്ദേഹം ബനൂ ഇസ്രായേൽ പിന്നെ ഈ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗ്രാമം നശിച്ചു പോയ ഗ്രാമത്തെ അള്ളാഹു എങ്ങനെയാണ് വീണ്ടും സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അള്ളാഹു ഉറക്കുകയും 100ഓളം വർഷങ്ങൾ അള്ളാഹു അയാളെ ഉറക്കുകയും വീണ്ടും അള്ളാഹു അയാൾക്ക് ഉണർവ് കൊടുക്കുകയും അയാൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു, ആ പ്രവാചകൻ. അതേപോലെ ഇബ്രാഹിം നബി എങ്ങനെയാണ് അള്ളാഹുവെ നീ സൃഷ്ടിക്കുന്നത്, വീണ്ടും സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ 4ഓളം പക്ഷികളെ അവരുടെ ചരിത്രം നമ്മളതും പറഞ്ഞു. ഏതായാലും അത്രയും സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ ഒരു ആശയം ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു 5ഓളം സംഭവങ്ങൾ ആണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തതായി ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ആധുനിക യുഗത്തിൽ, ടെക്നോളജികൾ ഇത്രയും വളർന്നൊരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ഒരായത്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ 261-ാമത്തെ 261 ആയ നിങ്ങൾ നോക്കുക. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. അങ്ങനെ തുടർന്ന് ഒരുപാട് കുറേ ആയത്തുകൾ അങ്ങനെ ചർച്ച ചെയ്യുന്നു. സദഖ കൊടുക്കുന്ന അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഒരാൾക്ക് ദാനധർമ്മം ചെയ്താൽ അത് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് അയാൾ ദാനം ചെയ്തതെങ്കിൽ അത് ഒരു 1 രൂപ ആണെങ്കിൽ അത് മതി, അവനക്ക് വിജയം കൈവരിക്കാൻ അത് മതി. നേരെ മറിച്ച് ഒരാൾ 10 കോടിയോളം അയാൾ ദാനധർമ്മം ചെയ്തു, പക്ഷെ അയാളുടെ ഉദ്ദേശം ഫെയിം കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ജനങ്ങൾക്കിടയിൽ സ്വാധീനം കിട്ടാൻ വേണ്ടിയാണ്, ജനങ്ങൾക്കിടയിൽ ഫേമസ് ആവാൻ വേണ്ടിയാണ്, പോപ്പുലർ ആവാൻ വേണ്ടിയാണ് അയാളത് ചെയ്തതെങ്കിൽ അയാൾക്ക് നഷ്ടമാണ്, ഒന്നും അയാൾക്ക് ലഭിക്കുകയില്ല. അത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉദാഹരണം വെച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒരാൾ ചെറിയ ധർമ്മം ചെയ്താലും അയാൾക്ക് അള്ളാഹുവിന് വേണ്ടിയാണ് അയാൾ ചെയ്തെങ്കിൽ, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് ഒരാൾ ദാനം ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെ എന്നുള്ളത് ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ചെടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് തരികളുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അള്ളാഹു ഇവിടെ പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാർ അവർക്ക് അള്ളാഹു ഇരട്ടിയായി കൊടുക്കും. എങ്ങനെ? 7 സനാബില ഫീ കുല്ലി സുംബലത്തിൻ മിഅതു ഹബ്ബ. ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെ അതിൻ്റെ ഓരോ തരിയിലും നിങ്ങൾ ഒരു 7ഓളം തരികൾ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ആ ഓരോ തരിയിലും 100ഓളം ധാന്യങ്ങൾ
അങ്ങനെ 700ഓളം ദാനം, ഇങ്ങനെ മാത്തമെറ്റിക്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഇരട്ടിയായി അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് 1 രൂപ ചെലവഴിച്ചതെങ്കിലും അയാൾക്കങ്ങനെ ഒരുപാട് ഇരട്ടിയായി അള്ളാഹു കൊടുക്കും. നേരെ മറിച്ചിട്ട് ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല, ദുനിയാവിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, പിന്നെ ഈ ഇൻഫ്ലുവൻസ് കിട്ടാൻ വേണ്ടിയാണ് അയാൾ ദാനധർമ്മം ചെയ്തതെങ്കിൽ അയാളുടെ ഒരു ഉപമ അള്ളാഹു പറയുന്നത്, ഒരാൾ ഒരു പാറക്കല്ലിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ടിട്ട്, കുറച്ച് ഇങ്ങനെ മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് അതിൽ കൃഷി ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഒരു ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഒലിച്ചു പോകും. അതുപോലെയാണ് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സ്വാധീനത്തിന് വേണ്ടി ദാനധർമ്മം ചെയ്ത അയാൾ 10 കോടി ആവട്ടെ കൊടുത്തത്, എന്നാലും അയാളുടെ അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ 1 രൂപയാണെങ്കിലും നമ്മളില്ല, ദാനധർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ നമ്മുടെ സമ്പത്തില്ല, 1 രൂപ ചെറിയ പണമേ ഉള്ളൂ, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ നിങ്ങൾ നിയത്ത് ചെയ്യുക. ജനങ്ങൾക്ക് വേണ്ടി ആകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. ഓക്കെ, അടുത്തതായി വളരെ സീരിയസായ, വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് പലിശ. പലിശയെ പറ്റി അള്ളാഹു പറയുന്നു, അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന. അങ്ങനെ തുടർന്നിട്ട് അള്ളാഹു പലിശയെ പറ്റിയിട്ട് അവിടെ നമ്മളോട് സംസാരിക്കുകയാണ്, നമ്മളോട് പറയാണ്. പലിശ എന്നുള്ളത് അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു ദുനിയാവിൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു വിഭാഗം എന്നുള്ളത് അത് പലിശ വാങ്ങുന്ന, പലിശ തിന്നുന്ന, പലിശമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരോടാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു അവൻ്റെ പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും അപ്പോൾ അത് ആ പലിശയുമായി ബന്ധപ്പെട്ട് അവിടെ പറയുന്നു. നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒന്നാമത്തെ ജ്യൂസ് നമ്മൾ ചർച്ച ചെയ്താൽ ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ കണ്ണിൽ കാണാത്ത അദൃശ്യമായ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ എന്നുള്ളത്, അദൃശ്യമായ സംഭവം. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തു, സദഖ കൊടുത്താൽ 1 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയാൾക്ക് 700 ഇരട്ടി അങ്ങനെ ഒരുപാട് ഇരട്ടികൾ അള്ളാഹുവിനക്ക് നൽകും. അതേ സമയത്ത് ഒരാൾ പലിശ നൽകുകയാണ്. നമുക്കറിയാം, നമുക്ക് ബാങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 രൂപ നമ്മൾ അല്ലെങ്കിൽ ഒരു 10,000 രൂപ നമ്മൾ ബാങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരുപാട് പലിശ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ലാഭമാണ്. പക്ഷെ നമുക്കത് വേണ്ട, അത് വെടിയുക, അത് വർജിക്കുക. നേരെ മറിച്ചിട്ട് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലായിട്ട് നിങ്ങളൊരു സദഖ കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് പലിശ തരും. എന്ന് വെച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിയായി കൂലി തരും. അത് നമ്മൾക്ക് കാണുന്നില്ല, പക്ഷെ നമ്മളത് വിശ്വസിക്കണം. അപ്പോഴാണ് ഒരു വിശ്വാസിയാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പുറത്ത് നമുക്ക് പലിശയുണ്ട്, നമുക്ക് കണ്ണിൽ കാണുന്നുണ്ട്. ബാങ്കിൽ നമുക്ക് പോയാൽ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഒരുപാട് ലാഭങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കഴിക്കരുത്, അത് തിന്നരുത്, അത് നിങ്ങൾ ഭക്ഷിക്കരുത്, വർജിക്കണം എന്ന് നമ്മോട് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു നമ്മളോട് പറഞ്ഞു, സമീഅനാ വഅതഅന, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അനുസരിക്കുകയാണെന്ന് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയമാണ് ഈ പലിശ എന്നുള്ളത്. കാരണം ആധുനിക ലോകത്ത് അത് എല്ലാവരും ചെയ്യുന്നൊരു സംഭവമല്ലേ. അത് എല്ലാവരും ഇപ്പോൾ പലിശ എന്നുള്ളത് എല്ലാവരും സിമ്പിളായി കാണുന്നൊരു വിഷയമാണല്ലോ. അത് കുഴപ്പമില്ല എന്ന് കാണുന്നുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. ഏതായാലും അടുത്തതാണ്, നമ്മൾ പറഞ്ഞല്ലോ ഈ ഖുർആനിൽ 114 സൂറകളിൽ ഏറ്റവും വലിയ സൂറയാണ് സൂറ ബഖറ. ഈ സൂറ ബഖറയിൽ തന്നെയാണ് ഖുർആനിലുടനീളം ഏറ്റവും വലിയ നീണ്ട ആയത്ത് ഇതിൽ തന്നെയാണ്. ഇത് ആയത്തു ദൈൻ ഇതിനെതിരെ പറയും. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ, അങ്ങനെ തുടർന്നിട്ടുള്ള ആ ഒരു ആയത്ത്. ഇതിവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഒരാളോട് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ, കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് സാമ്പത്തികമായിട്ട് കടം കൊടുക്കുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, എഴുതണം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ സാക്ഷി നിർത്തണം. അങ്ങനെ ഒരു തുടർന്നിട്ടുള്ള ഒരു നീണ്ട ചർച്ചയാണ്. ഞാൻ അവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ സാക്ഷി വെക്കുമ്പോൾ, ടെസ്റ്റിമോണി വെക്കുമ്പോൾ ആരൊക്കെയാണ് വെക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും നമ്മളത് മനസ്സിലാക്കുക. ഇവിടെ ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആയത്താണ് ഇവിടെ പറയുന്നത്.
ഖുർആനിൽ ഏറ്റവും വലിയ ആയത്താണ് ഇവിടെ പറയുന്നത്. ഈ സൂറ ബഖറയിലാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. ഇനി അതിനുശേഷം നമ്മൾ വളരെ അത്ഭുതമാണ് ഖുർആൻ, വളരെ എന്തൊരു മനോഹരമാണ്. നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്തു. എത്ര വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനേക്കാൾ എത്രയോ ചർച്ചകൾ ഇതിൻ്റെ ഇടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾക്ക് ഒരു ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 20 അരമണിക്കൂർ കൊണ്ട് നമ്മൾക്ക് ചർച്ച ചെയ്യും വേണം, ഒരു ജുസ് നമ്മൾ കവർ ചെയ്യും വേണം. അപ്പോൾ നമ്മൾക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് തൗഫീഖ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, ആ ഒരു അവസരം മുതലെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് വിഷയം ചർച്ച ചെയ്തു. അള്ളാഹുവിൻ്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കണം. എത്ര വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ സക്കാത്തിനെ പറ്റി പറഞ്ഞു, സദഖയെ പറ്റി പറഞ്ഞു, പിന്നെ നോമ്പിനെ പറ്റി പറഞ്ഞു, ഈ നിസ്കാരത്തെ പറ്റി പറഞ്ഞു, ഹജ്ജിനെ പറ്റി പറഞ്ഞു, ജിഹാദിനെ പറ്റി പറഞ്ഞു, പലിശയെ പറ്റി പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള ഇടപാടിനെ പറ്റി പറഞ്ഞു, നിക്കാഹിനെ പറ്റി പറഞ്ഞു, ത്വലാഖിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ നമ്മൾ ജീവിതമായി സാമൂഹികയും പേഴ്സണലായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അള്ളാഹു നമ്മളോട് സംസാരിച്ചിട്ട് അവസാനം അള്ളാഹു പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ നമ്മൾ നഫ്സിനോട്, നമ്മുടെ ശരീരത്തോട് അള്ളാഹു നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതല്ലാണ്ട് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്നതാണ്, ബേറെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളോട് അള്ളാഹു സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളതൊക്കെ അനുസരിക്കണം എന്നുള്ളൊരു സൂചന അവിടെ അള്ളാഹു നൽകുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ജുസ്ഇലാണ് 2 നിധികളുണ്ട് എന്ന്. ഒരു നിധി നമ്മൾ പറഞ്ഞു ആയത്തുൽ കുർസി. രണ്ടാമത്തെ നിധിയാണ് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. അങ്ങനെ ആ ഒരു പിന്നെ അവിടെ ഉള്ള ആയത്തുകൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഓതാം. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും വതുഖ്ഫു, അങ്ങനെ തുടർന്നിട്ടുള്ള 1, 2, 3, 4 ആയത്തുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റും അള്ളാഹു ഈ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ ഇല്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ വഇൻ തുബ്ദു മാ ഫി അൻഫുസികും വതുഖ്ഫു യുഹാസിബുകും ബിഹില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങൾ വൈൻ തുബ്ദു മാ ഫി അൻഫുസികും വതുഖ്ഫു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ മറച്ചു വെച്ചാലും അല്ലെങ്കിലും അള്ളാഹു എല്ലാത്തിനും യുഹാസിബുകും ബിഹില്ല, അതിനോട് അള്ളാഹു ഹിസാബ് നിങ്ങളോട് ചോദിക്കും. അതായത് നിങ്ങൾ ആന്തരികമായ വിഷയങ്ങളിലും നിങ്ങളുടെ ബാഹ്യമായ വിഷയങ്ങളിലും, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന വിഷയങ്ങളിലും മനസ്സിലുള്ള വിഷയങ്ങളിലും, അതേപോലെ നിങ്ങൾക്ക് ബാഹ്യമായി നിങ്ങൾ ഇടപെടുന്ന വിഷയങ്ങളിലും ഒക്കെ അള്ളാഹു ഹിസാബ് നടത്തും എന്ന് അള്ളാഹു ആദ്യം പറയുന്നു. അതൊരു പരീക്ഷണമാണ്. എങ്ങനെയാണ് സ്വഹാബാക്കൾ അതിനോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് ഒരു സൂചന, ബിഹേവ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവിടെ നൽകിയത്. അത് ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ സ്വഹാബാക്കൾക്ക് വളരെ വിഷമമായി. കാരണം അവർക്ക് ഈ ബാഹ്യമായ വിഷയങ്ങളിൽ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും. കാരണം നോമ്പ്, സകാത്ത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവർ ചെയ്യാം. പക്ഷെ മനസ്സിൽ തോന്നുന്ന എന്ത് ചെയ്യാൻ പറ്റും? ഒരു തെറ്റ് ചെയ്യാൻ ഒരാൾക്ക് മനസ്സിൽ തോന്നുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിൽ തോന്നുകയാണല്ലോ, ഫീൽ ചെയ്യാണ്. അപ്പോൾ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? അത് ഇവർ പരാതി പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, യാ നബി അല്ലാഹ്, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നബിയെ. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, ഫിസിക്കലിയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ബാഹ്യമായ വിഷയങ്ങൾ നമുക്കൊക്കെ നമ്മൾ ഡീൽ ചെയ്യാം, നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിൽ നമുക്ക് തോന്നുകയാണ്, തെറ്റ് ചെയ്യാൻ തോന്നുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കൊക്കെ നേരിടുന്നൊരു പ്രശ്നമായിരിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നബി ആദ്യം നബി മറുപടി കൊടുത്തത്, നിങ്ങൾ മുൻകഴിഞ്ഞ സമൂഹത്തെ പോലെയാണോ? എങ്ങനെയാണ് അവർ ചെയ്തത്? നമ്മൾക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണണം എന്നൊക്കെ ചോദിച്ചതുപോലെ നിങ്ങൾ ചോദിക്കുകയാണോ? അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അനുസരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ നബിയെ, നമ്മൾ അനുസരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു അതിന് ഇളവ് കൊടുത്തു. അതിനുശേഷം അള്ളാഹു പിന്നീട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എന്ത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ നഫ്സിനോടും ഓരോ ശരീരത്തോടും അവർക്ക് കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമാണ് അള്ളാഹു കീർത്തിക്കുന്നത്, അള്ളാഹു പറയുന്നത്. അപ്പോൾ അവിടെ ക്ലിയറായി വിഷയം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരാൾക്ക് തിന്മ ചെയ്യാൻ തോന്നുകയാണ്, അപ്പോൾ അത് പ്രശ്നമില്ല, അള്ളാഹു അതിനെ ശിക്ഷിക്കുന്നില്ല. എപ്പോഴാണ് ശിക്ഷിക്കുന്നത്? ഒരാൾക്ക് തിന്മ ചെയ്യാൻ തോന്നുകയും അയാളത് പ്രവർത്തിക്കുകയും ചെയ്താൽ അതാണ് വിഷയം, അവിടെ വിഷയം. അതേ വിഷയം നന്മയുടെ വിഷയമാണെങ്കിൽ ഒരാൾക്ക് നന്മ ചെയ്യാൻ തോന്നുകയാണ്, ഏതെങ്കിലും ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കാം എന്ന് അയാൾക്ക് തോന്നുകയാണ്, പക്ഷെ അത് ചെയ്തില്ല അയാൾ.
എന്നാൽ അള്ളാഹു അതിനൊരു കൂലി കൊടുക്കും. അവിടെ കരുതിയതിന് വേണ്ടിയിട്ട് അള്ളാഹു കൂലി കൊടുക്കും. ഇനി അയാൾ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അതിന് 10 മടങ്ങ് നന്മ കൊടുക്കും. ഇൻഷാ അല്ലാഹ് നമ്മളത് മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ സൂറ ബഖറ നമ്മൾ കഴിഞ്ഞു. ഇനി സൂറ ആല ഇമ്രാൻ. എന്തിനാണ് സൂറ ആല ഇമ്രാൻ എന്ന് പറയുന്നത്? ഇതിൽ അറിയാം, ആല് എന്ന് പറയുമ്പോൾ ഒരു കുടുംബം എന്നാണ്. അപ്പോൾ ആല ഇമ്രാൻ, ഇമ്രാനിൻ്റെ കുടുംബം. ഈ ഇമ്രാൻ അതുപോലെ അവരുടെ കുടുംബമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇതിൽ കൂടുതലായും വരുന്നുണ്ട്. എന്താ പറയുക, ഇമ്രാൻ എന്നവരുടെ ഭാര്യ ഹന്ന എന്നവർ, അവരുടെ മകൾ മറിയം ബീബി, അവരുടെ മകൻ ഈസാ നബി, അങ്ങനെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നതിന് കൊണ്ട് ആല ഇമ്രാൻ എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ സൂറ ബഖറയിൽ നമ്മൾ കൂടുതലായും യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദികളായ ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിൽ സൂറ ആല ഇമ്രാനിൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ നസ്രാനീങ്ങൾ, അവരെ പറ്റിയാണ്, അവരുടെയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ പിന്നെ ആദ്യമായി ഇവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർ ആദ്യം തുടക്കത്തിലിവിടെ പറയുന്നത് അല്ലദീ സൂറ 7-ാമത്തെ ആയത്തിൻ്റെ തുടക്കം നോക്കുക. അല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത്ത്. അതായത് അള്ളാഹു ഒരുപാട് വേഴ്സസുകൾ അല്ലെങ്കിൽ ആയത്തുകൾ ഇറക്കിയതിൽ 2 ടൈപ്പ് ആയത്തുകളാണുള്ളത്. ഒന്ന് മുഹ്കമാത്തായ ആയത്തുകൾ, 2 മുതശാബിഹാത്തായ ആയത്തുകൾ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുഹ്കമാത്തായ ആയത്തുകൾ എന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഖുർആനെ തഫ്സീർ അറിയുന്ന ആൾക്കാർക്ക് അവർക്കിങ്ങനെ വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത വൽ ഇൻജീൽ. ഇതൊക്കെ മുഹ്കമാത്ത് ആയ ആയത്തുകൾ നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്കിതിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാകും. അതേ മറിച്ച് അലിഫ് ലാം മീം യാസീൻ അങ്ങനെ ത്വഹ അങ്ങനെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തല്ലോ, അത് മുതശാബിഹത്തായ ആയത്തുകൾ. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രം അറിയുന്നത്, അല്ലാഹു അഅലം. അപ്പോൾ അത് 2 ടൈപ്പ് ആയത്തുകളാണ് എന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം മുതശാബിഹത്തായ ആയത്തുകളെ ചർച്ച ചെയ്ത് ഒരുപാട് ആൾക്കാർ തന്നെ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അങ്ങനെയാണ് അതൊക്കെ ചർച്ച ചെയ്ത് ആവശ്യമില്ലാതെ ചർച്ച ചെയ്ത് വെറുതെ ചിന്തിച്ച് ഹിദായത്ത് നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമുക്കറിയല്ലോ. അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അലിഫ് ലാം മീം അതിൻ്റെ അർത്ഥം അള്ളാഹുവിനാണ് അറിയുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് തുടർന്നിട്ട് ഹന്ന ബീവിയുടെ അവരുടെ ആല ഇമ്രാൻ ഹന്ന ബീവിയുടെ ചരിത്രം അവിടെ അവർ സംഭവം പറയുകയാണ് ഖുർആനിലൂടെ. റബ്ബി ഇന്നി നദർതു ലക മാ ഫി ബത്നി, അള്ളാഹുവെ ഞാൻ നേർച്ച ചെയ്യുകയാണ്. എങ്ങനെ? അള്ളാഹുവെ എനിക്ക് നീ എന്ത് ചെയ്യണം? ഇവിടെ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന 2 സംഭവങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കല്യാണം കഴിച്ച് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് ഒരു ശിശുഭാഗ്യമില്ലാണ്ട് അല്ലെങ്കിൽ മക്കൾ ഇല്ലാത്ത ഒരു വലിയ ദുഃഖം ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലൊക്കെ കാണാൻ പറ്റും. അവർക്കൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അവർക്കുള്ള പരീക്ഷണം ഇവിടെ ഈ ഖുർആൻ്റെ ആയത്തിലൂടെ പറയണം. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്നുള്ള ഒരു വലിയ സന്ദേശം ഇവിടെ നൽകുന്നുണ്ട്. അങ്ങനെ ഹന്നാബി അവർക്ക് ഒരുപാട് വർഷങ്ങൾ അവർക്ക് മക്കളുണ്ടായില്ല. അങ്ങനെ അവർ അവസാനം നേർച്ച ചെയ്യുകയാണ്. എന്ത്? അള്ളാഹുവെ എനിക്ക് ഒരു കുട്ടിയുണ്ടായാൽ ഞാനത് നിൻ്റെ മാർഗത്തിൽ ഞാനത് നേർച്ച ചെയ്യും എന്ന് ഹന്നാ ബീവി നേർച്ച ചെയ്യുകയാണ്. റബ്ബി അങ്ങനെ അദ്ദേഹം അതായത് 35-ാമത്തെ ആയത്ത്, ഇത് ഖാലത്ത് ഇംറഅതു ഇംറാന റബ്ബി ഇന്നി നദർതു ലക മാ ഫി ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. എന്താണ്? എൻ്റെ വയറ്റിലുള്ള അല്ലെങ്കിൽ ഞാനിപ്പോൾ ഗർഭിണിയായ ഇതിന് ഞാൻ നിൻ്റെ വഴിയിലേക്ക് ഞാൻ നേർച്ച ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ
പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിയാണ്, അതായത് മറിയം ബീവിയെയാണ്. അപ്പോൾ എന്താ ചെയ്യുക ഇപ്പോൾ? അങ്ങനെ അദ്ദേഹം പിന്നെ ആ ഒരു പ്രസവിച്ചപ്പോൾ അതിൻ്റെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു. നമ്മുടെ ഇമ്രാൻ എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഈ മറിയം ബീവിയെ സഖരിയ അലൈഹിസ്സലാം എന്നവർ എന്ത് ചെയ്തു? ഏറ്റെടുക്കുകയും അവർ പരിപാലിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് വേണ്ടി, മറിയം ബീവിക്ക് വേണ്ടി പ്രത്യേകം ഒരു റൂമൊക്കെ പള്ളീൻ്റെ അടുത്ത്, പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു റൂമൊക്കെ സംഘടിപ്പിച്ച് അവിടെ മറിയം ബീബി ഇബാദത്തുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരുടെ ജീവിതമുണ്ടായത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സംഭവം അതാണ്. രണ്ടാമതൊരു സംഭവം അതിൽ എന്നെ കണ്ടിന്യൂ ആയിട്ട് പറയുന്നത്, അങ്ങനെ ഒരു ദിവസം സക്കരിയ എന്നവർ ഈ മറിയം ബീവിയുടെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ ഓഫ് സീസണായ ഫ്രൂട്ട്സുകൾ, അതായത് നമ്മളിപ്പോൾ മാംഗോ അതിനൊരു സീസണുണ്ട്, ആപ്പിൾ അതിനൊരു സീസണുണ്ട്, എല്ലാത്തിനും ഒരു സീസണുണ്ട്. പക്ഷെ ആ ഓഫ് സീസൺ അല്ലാത്ത സമയത്തുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ മറിയം ബീവിയുടെ അടുത്ത് കണ്ടപ്പോൾ സക്കരിയ അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഇതൊക്കെ എവിടുന്നാണ് നിനക്ക് കിട്ടുന്നത്? ഇതൊക്കെ എവിടുന്നാണ് നിനക്ക് വരുന്നത്? ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ, ഇതൊക്കെ എവിടുന്നാണ്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, അത് അള്ളാഹുവാണ് എനിക്ക് നൽകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഒരു പ്രതീക്ഷ വരികയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യക്കും വർഷങ്ങളോ 100ഓളം വർഷങ്ങൾ കഴിഞ്ഞു, കുട്ടികളില്ല. ഈ സക്കരിയ എന്നവർക്കും അവരുടെ പിന്നെ ഭാര്യ എന്നവർക്ക്. അങ്ങനെ ഇദ്ദേഹം ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അങ്ങനെ അദ്ദേഹം 100ഓളം വർഷങ്ങൾ കഴിഞ്ഞ ആളാണ്. അയാൾ എന്ത് ചെയ്തു? ഈ സക്കരിയ എന്നവർ സക്കരിയ അലൈഹിസ്സലാം ദുആ ചെയ്തു. പിന്നെ അങ്ങനെ അവർക്ക് കുട്ടിയുണ്ടായി. അങ്ങനെ യഹ്യ എന്നവരിലൊരു കുട്ടിയുണ്ടായി. അങ്ങനെ തുടർന്നുള്ള ചരിത്രം അതാണ് ഒരു സംഭവം. അത് ഞാൻ പറഞ്ഞത്, അള്ളാഹു ഇനി എല്ലാം കഴിവുള്ളവനാണ്. എത്ര വയസ്സായാലും അല്ലെങ്കിൽ എന്നില്ല, അള്ളാഹു ഒരു കുട്ടിയെ നൽകാൻ അള്ളാഹു വിചാരിച്ചാൽ, അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. അതിനെ തുടർന്ന് അതേപോലുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അതായത് മറിയം ബീവിയെ പറ്റിയാണ്. നമുക്കറിയാം മറിയം ബീവിയുടെ ചരിത്രം. മറിയം ബീവി ആരും ഒരു പുരുഷൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ തന്നെ ഒരു ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഊതുകയും അങ്ങനെ മറിയം ബീബി ഗർഭിണിയാവുകയും, അങ്ങനെ ഗർഭിണിയായതിനു ശേഷം അതിനെ തുടർന്ന് നീണ്ടൊരു സംഭവമാണ്. ചുരുക്കി പറയാൻ, മറിയം ബീബി അവിടെ അദ്ദേഹം ഗർഭിണിയാണെന്ന മറിയം ബീവിക്ക് തിരിച്ചറിയുകയും അങ്ങനെ ഈസാ നബിയെ പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം നിങ്ങൾ നോക്കണം. ആദ്യം ഒരു സംഭവം പറഞ്ഞു, ഹന്ന ബീവിയുടെ സംഭവം പറഞ്ഞു. അതിനെ തുടർന്ന് സക്കരിയ അലൈഹിസ്സലാം എന്നവരുടെ സംഭവം പറഞ്ഞു. അതിനെ തുടർന്ന് മറിയം ബീബി ഈസാ നബിയുടെ സംഭവം പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ ഒരു ഇൻ്റർ കണക്റ്റഡായ ഒരു സംഭവമാണ്. ഏതായാലും അതിനെ തുടർന്ന് പിന്നെ ഈസാ അലൈഹിസ്സലാമിനെ പ്രസവിക്കുകയും ഈസാ നബിയുടെ ഒരു ചരിത്രം അവിടെ പറയുന്നുണ്ട്. അതായത് ഈസാ നബി ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്. ഈസാ നബി മരണപ്പെട്ടിട്ടില്ല ഇതുവരെ. അതായത് ഈസാ നബി അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തിയതാണ്. ഈസാ നബിയെ ഒരു ദിവസം, അല്ലെങ്കിൽ ഈസാ നബിയെ പറ്റിയിട്ട് ഈസാ നബിക്ക് ആക്രമിക്കാൻ ആൾക്കാരൊക്കെ നമുക്കറിയാം. അതിൻ്റെ ചരിത്രം വളരെ നീണ്ടതാണ്. അങ്ങനെ ഈസാ നബി ചോദിക്കുന്നു, ഖാല മൻ അൻസാരി ഇലല്ലാഹ്, എനിക്കാരാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സഹായിക്കാനുള്ളത്? അങ്ങനെ കുറച്ച് ആളൊക്കെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അവസാനം ഈസാ നബി അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഈസാ നബി അവസാന നാളാകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഈ ലോകത്തേക്ക് തിരിച്ചു വരികയും ദജ്ജാൽ എന്നെ കൊല്ലുകയൊക്കെ ചെയ്യുന്നതുമൊക്കെ അറിയുന്ന ചരിത്രമാണ്. ഏതായാലും ഇനി രണ്ടാമത് ഒരു സാന്ദർഭികമായിട്ട് പറയാണ്, രണ്ടാമത് ഈസാ നബി ഇവിടെ വരുമ്പോൾ പ്രവാചകനായിട്ടല്ല വരുന്നത്. അതായത് അവസാനത്തെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. പക്ഷേ രണ്ടാമത് വരുന്നത് നമ്മുടെ ഉമ്മത്തിയിൽപ്പെട്ട ഒരാളായിട്ട് തന്നെ. നമ്മളൊക്കെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളാണല്ലോ. അപ്പോൾ ഈസാ നബിയും ഉമ്മത്തീങ്ങളായിട്ടാണ് വരുന്നത്. അതായത് വേറെ കിതാബൊക്കെ ഉണ്ടാവില്ല, ഖുർആന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ അത്ര കാര്യങ്ങളാണ് ഈ ജുസ്ഇലൂടെ പറയാനുള്ളത്. ഒരുപാട് നീണ്ടുപോയി എന്ന് തോന്നുന്നു.
ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന്. ഏതായാലും അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പോൾ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക, പഠിക്കുക. ഈ നമ്മളേക്ക് ഇതൊക്കെ ചെറിയൊരു ഗ്ലാൻസ് മാത്രമാണ്, അതായത് ഒരു ചെറിയൊരു ഖുർആനിലൂടെ നമ്മളിങ്ങനെ ഒരു തൊട്ടുപോകുക മാത്രമാണ്. ഇതൊരു നമുക്കൊരു ആഗ്രഹം വരാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠിക്കണം, തഫ്സീർ പഠിക്കണം എന്നുള്ള ആഗ്രഹം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവർ ഇത് സംഘടിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഖുർആനിൻ്റെ ഒരു പാർശ്വമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർഫേസ് ആയിട്ടുള്ളൊരു മീനിങ്ങാണ് നമ്മൾ കടന്നു പോകുന്നത്. മുകളിലൂടെ ഇങ്ങനെ നമ്മളൊന്ന് സ്പർശിച്ചു പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനെ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പഠിച്ച സംഭവങ്ങളൊക്കെ, ഈ ആയത്തിൽ കുർസി, പിന്നെ ഈ ആമന റസൂൽ, അതൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ദാനധർമ്മങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അവരെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ നന്മയുടെ ആൾക്കാരായി, നന്മയുടെ വഴിവെളിച്ചമായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാൻ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഅനാ റമളാൻ. ആമീൻ. പിന്നെ പ്രത്യേകം ഒരു സംഭവം പറയാനുള്ളത്, നമ്മുടെ സഹോദരന്മാരായ ആൾക്കാർ ഗസയിൽ വളരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീഡിയോസ്, ന്യൂസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കരിച്ചിൽ വരികയാണ് സത്യമായി. അപ്പോൾ നമ്മുടെ ദുആകളിലും നമ്മുടെ ഓരോ സദസ്സുകളിലൊക്കെ നമ്മുടെ സഹോദരന്മാർക്ക് ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും വിജയവും ഇസ്സത്തും പ്രതാപവും ഒക്കെ അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.